ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ച് റെഡി ആയിട്ട് ഞങ്ങൾ താഴെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗ്രീൻ പീസറും ബ്രെഡും ചീസും ആണ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, കാപ്പി, അതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ റെൻ്റ് കാർ എടുത്തു. നമുക്കിന്ന് ക്യാൻഡോലിയം ബീച്ച്, ബാഗ ബീച്ച്, അഞ്ചനം ബീച്ച്, അതൊക്കെ ഇന്ന് ഫുള്ള് ബീച്ചാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ക്യാൻഡോലിയം ബീച്ചിലെത്തി. അവിടെ വെച്ച് നേരം അടിച്ചു പൊളിച്ചൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. അത് കഴിയുമ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി. ഇവിടെ ഞങ്ങൾ കിടന്നത്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വിശക്കാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ തൊട്ട് പുറകെ തന്നെ ഹോട്ടലുണ്ട്. അവരുടെ തന്നെയാണ് ഈ കിടക്കുന്ന സംഭവങ്ങളും. ഞങ്ങളങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ചില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ബാഗ ബീച്ചിൽ പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയി. അവിടെയാണ് ഫേമസ് ആയ ഗോവൻ ഫിഷ് താലി കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് ഗോവൻ ഫിഷ് താലിയൊക്കെ ഓർഡർ ചെയ്തു. അതിനകത്ത് ഉള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സാധനം കിട്ടി. അതിനകത്ത് ചോറ്, പിന്നെ കുറേ ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിഷിൻ്റെ തോരന്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറി ആയാലും ഫ്രൈ ആയാലും കക്ക എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ അഞ്ചനം ബീച്ചിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം നടന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് കല്ല് കിടക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ തെറിക്കും. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഞണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം കൂടെ തെറിച്ച് നമ്മുടെ ദേഹത്ത് വീണു. നമ്മുടെ ഫോൺ ചെറുതായിട്ട് നനഞ്ഞു. അപ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം ചൂടൊക്കെ ആയിരുന്നു. നമ്മുടെ കേരളത്തെക്കാളും കൂടുതൽ ചൂട് ഗോവയിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വഴി വെച്ച് പാനിപ്പൂരി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ബീൽപൂരിയും വാങ്ങിച്ചു. ബീൽപൂരിയും വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ വിട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഗോവയിലുണ്ടാകുന്ന കോങ്കു എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൻ്റെ സിറപ്പ് കിട്ടും. പിന്നെ ഇങ്ങനെ അവിടുത്തെ കുറേ സ്വീറ്റ്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.